ഒരു മനുഷ്യന്റെയും സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് അയാളെ സംബന്ധിച്ച് രഹസ്യങ്ങൾ ചികഞ്ഞ് അന്വേഷിക്കാൻ പാടില്ല എന്നതാണ് അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം. അത് മംനുവാണ്, വിരോധിക്കപ്പെട്ട കാര്യമാണ്. മറ്റേതെങ്കിലും വ്യക്തികളുടെ വാട്സപ്പുകള്, പ്രത്യേകം ആപ്പുകൾ ഇഷ്ടംപോലെ വ്യാപകമാണ്. അത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അവരുടെ വാട്സാപ്പുകളിലേക്ക് മെസ്സേജുകൾ അത് കാണുന്നത്, അത് ഒളിഞ്ഞിരുന്ന് നോക്കുന്നതും, അതുപോലെ മറ്റുള്ള ആളുടെ ഫോണിൽ ഗാലറികളിൽ ഷെയർ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുന്നതും, അന്യന്റെ ഫോൺ ഹാക്ക് ചെയ്യുന്നതുമെല്ലാം തന്നെ അത് ഇസ്ലാം മംനുവാക്കി വിരോധിച്ച കാര്യമാണ് എന്ന് നമ്മളിവിടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരാളുടെ വീട്ടിലെ രഹസ്യങ്ങള്, മറ്റൊരാളുടെ കുടുംബത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് അത് തികഞ്ഞന്വേഷിച്ച് അത് പബ്ലിസിറ്റി ചെയ്യുക എന്നത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. മറ്റൊരാളുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റൊരാളുടെ ഫോട്ടോകൾ തെരഞ്ഞു പിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ അയാളെ സെൻഡ് ചെയ്ത ഫോട്ടോകൾ എടുത്ത് തെരഞ്ഞു പിടിച്ച്, അയാള് എഴുതിയ പോസ്റ്റുകൾ എടുത്ത് തെരഞ്ഞു പിടിച്ച്, കമന്റുകൾ തെരഞ്ഞു പിടിച്ച്, എന്നിട്ട് അയാളുടെ ജീവിതത്തിലെ പിഴവുകൾ കണ്ടെത്തി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യുക, അതും ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. അതുപോലെ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ, ആരെ പറ്റിയാണെങ്കിലും സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മളത് പങ്കുവെക്കുക എന്നത് വലിയ കുറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഒരു വ്യക്തിയുടെ ആരൊക്കെയായിട്ടാണ് അയാളുടെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്, അയാളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകൾ ആരാണ്, ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സുകൾ ആരാണ്, അയാൾ ഇടപെടുന്ന സുഹൃത്തുക്കളെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഇന്ന ആളുമായി ഇവന്റെ ബന്ധങ്ങളെന്ന് ചികഞ്ഞന്വേഷിച്ച് സമൂഹത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അയാളെ അപമതിക്കുക, അല്ലെങ്കിൽ അയാളെ ഇകഴ്ത്തി കാണിക്കുക. മറ്റൊരാളുടെ സാമ്പത്തിക ആസ്തി അറിയാൻ വേണ്ടിയിട്ട് ചികഞ്ഞ് അന്വേഷിക്കുക, ഏത് രീതിയിലാണെങ്കിലും ശരി ചികഞ്ഞ് അന്വേഷിക്കലും ഇസ്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, വലാ തജസ്സസു, നിങ്ങളെ ചികഞ്ഞ് അന്വേഷിക്കാൻ പാടില്ല എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി നിൽക്കുന്നു. എന്നിട്ട് വളരെ ഉച്ചത്തിൽ റസൂല് ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, വലാ തത്തബിഉ ഔറാതഹും, നിങ്ങൾ ജനങ്ങളുടെ രഹസ്യങ്ങൾക്ക് പിന്നാലെ പോകരുത്, അതന്വേഷിച്ചു കൊണ്ടേയിരിക്കരുത്. നിങ്ങളെ അവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നഹാ റസൂലുള്ളാഹി നഹല്ലാഹുൽ മുഅ്മിന മിൻ അൻ യത്ബിഅ ഔറാത്തൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ രഹസ്യങ്ങളെ പിന്തുടർന്ന് കണ്ടെത്തി അത് പബ്ലിസിറ്റി ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യമാണ് എന്നാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്, അദ്ദേഹം പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നക ഇൻ തബിഅത ഔറാത്തൽ മുസ്ലിമീന അഫ്സദതുഹും, നീ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയുടെ ന്യൂനതകൾ, ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആ ന്യൂനതകൾ കണ്ടെത്താൻ വേണ്ടി അയാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അയാൾക്ക് പിന്നാലെ നീ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ നീ നശിപ്പിച്ചു എന്നാണ് റസൂല് പറഞ്ഞത്. അയാളെ നശിപ്പിക്കാൻ ഒരു കാരണമാണ് നീ അയാളുടെ രഹസ്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞന്വേഷിക്കുക എന്നത്. ഒരിക്കല് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടാകാറുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് കുറച്ച് ദിവസം കാണാനില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കൂട്ടിയിട്ട് ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്.
അയാളെ അന്വേഷിച്ച് എന്തുകൊണ്ട് അയാളെ കാണുന്നില്ല എന്ന്. അങ്ങനെ فوجد بابه مفتوحا وهو جالس وامرأته تسقله في إناء فتناول إياه. അയാളെ വീട്ടിന്റെ അടുക്കൽ എത്തിയപ്പോ വീട്ടിന്റെ വാതിലടച്ചിട്ടില്ല, തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ അയാളെ ഭാര്യ എന്തോ ഒരു സാധനം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അയാളെ കയ്യിലേക്ക് കൊടുക്കുന്നു, അയാൾ കുടിക്കുന്നു. ഇത് കണ്ടപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, ഇത് തന്നെയാണ് നമ്മളിൽ നിന്ന് അയാൾ മാറി നിൽക്കാനുള്ള കാരണം എന്ന്. ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും അടിവരയിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു വാക്കാണ്, ആ പാത്രത്തിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്കറിയുമോ? ഒരുപക്ഷെ അത് അനുവദനീയമായ പാനീയമായിരിക്കാം, അല്ലെങ്കിൽ അത് വിരോധിക്കപ്പെട്ട സാധനമായിരിക്കാം. പക്ഷെ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധം വരുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു പറയാം, ഇത് ചികഞ്ഞന്വേഷിക്കുക, അല്ലാഹു തആല വലാ തജസ്സസു എന്ന് പറഞ്ഞ അതിൽ പെട്ടുപോകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. അപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, പിന്നെ അത് തജസ്സുസിൽ പെട്ടതല്ലാത്തത് വേറെ എന്താണത്? നിങ്ങള് അയാളുടെ ഭാര്യ അയാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ, എന്തോ ഒഴിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ പറഞ്ഞ വാക്ക് എത്രത്തോളം ഗൗരവമാക്കാണ്? അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, പറയാനോ പറഞ്ഞു പോയി, ഇതിനുള്ള പശ്ചാത്താപം എന്താണെന്ന് ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, ഇതിനുള്ള പശ്ചാത്താപം മറ്റൊന്നുമല്ല, ഇത് വേറൊരാളോട് പറയാതിരിക്കൽ തന്നെയാണ്. ഞാനിങ്ങനെ അയാളുടെ വീട്ടിൽ പോയിരുന്നു, ഞാനിങ്ങനെ കണ്ടിരുന്നു എന്ന് ഒരാളോട് നീ പറയണ്ട, അത് തന്നെയാണ് പശ്ചാത്താപം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് വല്ലാത്തൊരു നിർദ്ദേശമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ നിർദ്ദേശം. ഇതിൽ രണ്ട് പാഠം നമ്മൾ പഠിക്കാനുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉന്നതനായ മനുഷ്യനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തിരുത്തുന്നത്. ആ തിരുത്തല് ഒരു അബദ്ധം സംഭവിച്ചപ്പോ അത് ഒരു അഹങ്കാരവുമില്ലാതെ സ്വീകരിക്കുകയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും സംബന്ധിച്ചും ഒരു കാര്യവും ചികഞ്ഞ് അന്വേഷിക്കാൻ പാടില്ല എന്നതാണ് അല്ലാഹു തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഞാൻ നിന്റെ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, മൻ തതബ്ബഅ ഔറത അഖീഹിൽ മുസ്ലിം തതബ്ബഅ അല്ലാഹു ഔറതഹു വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു യഫ്ലഹു വലൗ ഫീ ജൗഫിഹി നിഖ്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ന്യൂനതകൾ ചികഞ്ഞ് അന്വേഷിച്ച് അത് പബ്ലിസിറ്റി ചെയ്യുകയാണെങ്കിൽ അവന്റെ ന്യൂനതകൾ പടച്ചവൻ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവൻ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അല്ലാഹു തആല അവർ സമൂഹത്തിൽ അപമാനിക്കും എന്നതാണ്. ഒറ്റൊരാളുടെ ന്യൂനതകൾ നമുക്കറിയാം, പക്ഷെ നമ്മളത് ആരോടും പറയാൻ പോകേണ്ടതില്ല. പറയാതിരുന്നാൽ നമ്മളിൽ മനുഷ്യരാണല്ലോ, നമ്മളുണ്ടാകുന്ന ന്യൂനതകൾ അല്ലാഹു തആല മറച്ചു വെക്കും. ഇനി പബ്ലിസിറ്റി ചെയ്താലോ നേരെ മറിച്ചായിരിക്കും കാര്യം. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. ഗാന്ധിജിയുടെ വാക്കുണ്ട്, അദ്ദേഹം പറയുന്നത്, മറ്റൊരുത്തന്റെ ന്യൂനതകൾ അന്വേഷിക്കാൻ ഉപയോഗിക്കുന്ന സമയത്തിന്റെ പകുതിയെങ്കിലും സ്വന്തം ന്യൂനതകൾ തിരുത്താൻ ശ്രമിച്ചെങ്കിൽ, ഉപയോഗപ്പെടുത്തിയെങ്കിൽ രാജ്യം മനോഹരമായൊരു രാജ്യമായി മാറുമായിരുന്നു എന്ന്. എത്ര അർത്ഥവത്തായ വാക്കാണത്. ബൈബിളിൽ ഒരു വരിയുണ്ട്, ആരാന്റെ തന്റെ കണ്ണിലെ കോല് കാണാതെയാണ് മറ്റൊരുത്തന്റെ കണ്ണിലുള്ള കരട് കാണുന്നത് എന്ന് ബൈബിളിലുള്ളൊരു വരിയാണ്. നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ വഖവല തജസ്സസു, നിങ്ങള് ചികഞ്ഞന്വേഷിക്കരുതേ എന്ന്.
ഈ ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ്. അത്തരം ഒരു സന്ദർഭം നമ്മുടെ അറിവിലും അനുഭവത്തിലും വരുമ്പോ വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. നമ്മളത് പബ്ലിസിറ്റി ചെയ്യാൻ പാടില്ല, നമ്മളത് ആരോടും പറയാൻ പോകണ്ട. അത് നമ്മൾ ഡ്യൂട്ടി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു ലി വലക്കും വഅൻജമീൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه الفائزين بإذن الله. اتقوا الله عباد الله. കഴിവിന്റെ പരമാവധി സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. കാര്യങ്ങളൊന്നും ചികഞ്ഞ് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ അതിലൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ വിവാഹത്തിന്റെ മുമ്പുള്ള കാര്യങ്ങളൊന്നും പരസ്പരം ചികയരുത്. അത് തങ്ങളുടെ കുടുംബത്തിന്, ആ കുടുംബത്തിന്റെ കെട്ടുറപ്പിന്റെ ആ ഭദ്രതയ്ക്ക് അത് തകരാറ് സംഭവിക്കുന്നത് കൊണ്ട് മുമ്പുള്ളതൊന്നും ചികയരുത്. മറ്റൊന്ന്, ഡൈവോഴ്സ് ചെയ്യപ്പെട്ടൊരു ഇണകളാണെങ്കിൽ മുമ്പുള്ള ആ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കുറ്റങ്ങളോ മറ്റോ അന്വേഷിക്കാൻ നിലവിലുള്ളവർക്ക് പാടില്ല എന്നുകൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കണം. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചികഞ്ഞന്വേഷണം അനുവദനീയവുമാണ്. ശത്രുക്കളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചികഞ്ഞ് അന്വേഷിക്കാം, അവിടെ തജസ്സുസ് അനുവദനീയമാണ്. അതുപോലെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കേസന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ തജസ്സുസും അനുവദനീയമാണ്. പീഡിതരെയും ദരിദ്രരെയും മനസ്സിലാക്കണം. സമൂഹത്തിൽ പീഡിതരായ ആൾക്കാരാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ചില തജസ്സുകൾ അവിടെ ആവശ്യം വരും. ദരിദ്രനെ തിരിച്ചറിയണമെങ്കിൽ, ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളെ പറ്റി അന്വേഷിക്കേണ്ടി വരും നമുക്ക്. അതും ഇസ്ലാം വിരോധിച്ചതല്ല, ജായിസായി പറഞ്ഞതാണ്. എന്നതുപോലെ തന്നെ വൈവാഹിക രംഗത്ത് വിവാഹം അന്വേഷിക്കുമ്പോൾ ചികഞ്ഞന്വേഷിക്കൽ അനിവാര്യമാണ്. അവിടെയും നമുക്കത് അനുവദനീയമാണ്. വിവാഹം അന്വേഷിക്കുമ്പോൾ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ അത് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്.